ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും കല്യാണത്തിന് പോകാൻ റെഡി ആവാണ്. അപ്പോൾ നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്യാം. നിങ്ങൾക്കൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ പോലെ, ട്യൂട്ടോറിയൽ അല്ല, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ആൻഡ് ഒട്ടും ലേറ്റ് ആക്കുന്നില്ല. കഴിയുന്നത്രയും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് സിമ്പിളായിട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ അധികം ഓവറായിട്ടൊന്നും ചെയ്യണില്ല കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒന്ന് റെഡി ആവാം. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകാം കേട്ടോ. ഞാൻ നല്ല വർക്കുള്ളൊരു ചുരിദാറാണ് ഇട്ടിട്ടുള്ളൊരു ഷറാറ സെറ്റാണ്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ബർത്ത്ഡേക്ക് എൻ്റെ മമ്മി എനിക്ക് ഗിഫ്റ്റ് തന്നാ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ആൻഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം മേക്കപ്പ്. നമുക്ക് ടൈമില്ല, വേഗം റെഡി ആവാം. ഓക്കെ, റെഡി. ഫേസൊക്കെ വാഷ് ചെയ്ത് വെക്കുക. ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് നല്ല ക്ലീൻ ആക്കി വെക്കുക. ഓക്കെ, ഞാൻ അതൊക്കെ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഞാനങ്ങനെ പ്രത്യേകിച്ച് സ്കിൻ കെയർ ആയിട്ട് അങ്ങനെ ഒന്നും ചെയ്യലില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ മോയ്സ്ചറൈസർ ഇടും, സൺസ്ക്രീൻ ഇടും, അങ്ങനെയൊക്കെ. അപ്പം മോയ്സ്ചറൈസർ ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. ആൻഡ് ഞാനിപ്പം സൺസ്ക്രീൻ മാത്രമേ ഇടണുള്ളൂ, മോയ്സ്ചറൈസർ ഇടുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ സൺസ്ക്രീൻ ഇടാം. ഇത് പ്ലമ്മിൻ്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ. പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് സൺസ്ക്രീൻ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സൺസ്ക്രീന്. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇങ്ങനെ, ഞാൻ ചില സൺസ്ക്രീൻ ഇട്ടോ ഞാൻ വേഗം വയർക്കും കേട്ടോ. പക്ഷെ ഇത് ഇട്ടുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പെട്ടെന്ന് വയർക്കലൊന്നുമില്ല. അപ്പോൾ ആണ് ഈ സൺസ്ക്രീൻ മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് മേടിക്കാം. ഓക്കെ, 15++++++++. ഓക്കെ, അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് റിസപ്ഷൻ ആണ്, രാത്രിയാണ് പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചിടണുള്ളൂ. നമ്മളിപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോൾ പോവും, വേറൊരു സ്ഥലം കൂടെ പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൺസ്ക്രീൻ ഇടുന്നത്. രാത്രി ആയതുകൊണ്ട് അധികം സൺസ്ക്രീൻ വേണ്ട, വെയിലൊന്നുമില്ലല്ലോ. ഓക്കെ ഗൈസ്, നമ്മൾ സൺസ്ക്രീൻ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ ഗ്ലോ ഗൈസ്. നല്ല ഗ്ലോ അല്ലേ? ഈ ഒരു സൺസ്ക്രീനിന് ഗ്ലോ ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു സൺസ്ക്രീനിന് ഗ്ലോ ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓക്കെ, അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ തേച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഫൗണ്ടേഷനിലോട്ട് പോകാം. ടോണറൊക്കെ ഇടുന്നവരാണെങ്കിൽ ഫസ്റ്റ് ടോണർ അടിക്കുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടുക, അങ്ങനെ. നമുക്ക് പ്രൈമർ ഇടാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഈ ഒരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇത് കെമേറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൈമറാണ്. ഇത് ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് നല്ലൊരു പ്രൈമറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ തന്നെ ഭയങ്കര ഇപ്പോൾ നമ്മുടെ ഫേസിൽ ഓയിലോ അല്ലെങ്കിൽ സ്വെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു പ്രൈമർ. ഈ പ്രൈമർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോലെസ് ആയിട്ടുള്ളൊരു ബേസ് കിട്ടലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രൈമർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പ്രൈമർ ഇടാം. കാണിച്ചിട്ടോ നമുക്ക് പ്രൈമർ ഇട്ടിട്ട് അതിൻ്റെ റിസൾട്ട് എന്താന്ന്. അപ്പോൾ ഞാൻ പ്രൈമർ ഇട്ടിട്ട് ഞാൻ വേഗം വയർക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പം പ്രൈമർ ഇടുമ്പോൾ കുറേയൊക്കെ നന്നായിട്ട് വരലുണ്ട്. അല്ലെങ്കിൽ ഞാൻ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വേർത്ത് വലിക്കണം ടൈപ്പ് കേട്ടോ. ഇതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കണം. അപ്പം പ്രൈമർ ഇട്ട് കഴിഞ്ഞു. ആൻഡ് ഞാൻ അപ്പം നമ്മൾ ഫൗണ്ടേഷനാണ് കേട്ടോ യൂസ് ചെയ്യല്. ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യലില്ല സത്യം പറഞ്ഞാൽ. പിന്നെ എനിക്കിപ്പോൾ കുറച്ചായിട്ട് ഡാർക്ക് സർക്കിളൊക്കെ വന്നിക്കണം. ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് ഭയങ്കരമായിട്ട് ഡാർക്ക് സർക്കിൾ വന്നിക്കണം, എന്താണെന്നറിയില്ല. അപ്പം ഞാൻ ഇന്നെന്തായാലും ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ വീഡിയോ എടുക്കല്ലേ, അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഇത് ഷുഗറിൻ്റെ ഫൗണ്ടേഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതും അടിപൊളി ഫൗണ്ടേഷനാണ്. അപ്പം ഞാനിതിക്ക് നമ്മളെ ഷുഗറിൻ്റെ തന്നെ സ്ട്രോപ്പ് ക്രീം ഉണ്ട് കേട്ടോ. ഇലുമിനേറ്റിംഗ് ക്രീമാണിത്. കാണിച്ചുതരാം, കണ്ടോ? അപ്പോൾ ഈ ഒരു സ്ട്രോപ്പ് ക്രീം ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യലുണ്ട്. അപ്പോൾ നമുക്കൊരു ഗ്ലോ ആയിട്ടുള്ളൊരു ബേസ് കിട്ടലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മിക്സ് ചെയ്യണം. ഓക്കെ, നമുക്ക് നേരത്തെ കാണിച്ചിരുന്ന ഫൗണ്ടേഷനിലെ അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു എൻ്റെ ഫേസിന് ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതാ
അങ്ങനെയല്ല, എൻ്റെ ഉമ്മ യൂസ് ചെയ്യുന്ന ആ ഒരു ഫൗണ്ടേഷനാണ്. ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാതാണ്. അപ്പം ഞാൻ ഇത് കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്, അപ്പോൾ ഇതും കൂടെ ആയിട്ട് മിക്സ് ചെയ്യാൻ വിചാരിച്ചു. ഇത് ക്യാരക്ടർ ആർട്ടിസ്റ്റ് മേക്കപ്പ് പാരീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനീൻ്റെ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് കുറേ യൂസ് ചെയ്തതാണ്. അപ്പം അത് ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു ലൈറ്റർ ഷെയ്ഡാണ് കണ്ടോ, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്തിട്ട് കാണാം ഗൈസ്. സ്ട്രോപ്പ് ക്രീം അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, അപ്പം നമുക്ക് എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും കണ്ണിൻ്റെ അവിടെയും ഫേസിലും വേറൊരു കളറായിട്ടാണ്. പിന്നെ നെറ്റിൻ്റെ ഭാഗത്തും കുറച്ച് വേറൊരു കളറായിട്ടാണ് തോന്നുന്നത്. ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ഇവിടെ ഇട്ടെടുക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ അണീവൻ സ്കിൻ ടോണായി നിൽക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കേസാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ഭാഗങ്ങളും ഒരേ കളറാണ്. ഓക്കെ, എല്ലാ മുഖത്തത്തെ എല്ലാ ഭാഗങ്ങളും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് കുറച്ച് യൂസ് ചെയ്യാം. മതി, ഓവറായോ? ഇല്ല, ഞാൻ ഫോണിൽ നോക്കി ചെയ്യണോണ്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ അത്ര ഇടണുള്ളൂ. കയ്യിൽ കുറച്ചെത്തപ്പോൾ കുറച്ച് കൂടിപ്പോയി. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ബ്ലെൻഡർ എടുക്കുന്നുള്ളൂ. എൻ്റെ വലിയ ബ്ലെൻഡർ കാണാമല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ ബ്ലെൻഡർ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് നനച്ച് കൊടുക്കണം കേട്ടോ. നനച്ച് കൊടുക്കുമ്പോഴേ ഒരു പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് ഫ്ലോലെസ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്ലെൻഡർ ഒന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ നനച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് നനച്ച് വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ട് കാണിക്കാം ഗൈസ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുണ്ടല്ലോ, ഇതിൽ നമുക്ക് എക്സസ് ആയിട്ടുള്ള കുറച്ച് ഫൗണ്ടേഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചുണ്ടിൻ്റെ അവിടെ ഇങ്ങനെ തേച്ചെടുക്കലുണ്ട് കേട്ടോ. തേച്ചെടുക്കുമ്പോൾ നമുക്ക് പിന്നെ ലൈനൊക്കെ ലിപ്സ്റ്റിക് ഇടുമ്പോൾ കുറച്ചുകൂടെ ഡിഫൈനായിട്ട് ഇടാൻ വയ്ക്കണ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ബ്ലെൻഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര മതി, ഓവറൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഐ മേക്കപ്പിലോട്ട് കിടക്കാം. ഞാൻ ഐ ഷാഡോ ആയിട്ട് മറ്റേ മാഴ്സിൻ്റെ ഖൂബ്സൂരത്ത് കുച്ചിപ്പുടി പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഐ ഷാഡോ പാലറ്റ് ഇല്ല, സോ ഞാൻ എന്തായാലും ഇത് വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറേ ലിപ്സ്റ്റിക് വെച്ചിട്ട് ഇട്ട് കൊടുക്കല്ലോ. ബ്ലഷും നമുക്ക് ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു തലക്ക മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? കുറച്ച് ഇട്ടെടുത്തിട്ടുള്ളൂ. കുറേ ഒന്നും ഇട്ടെടുത്തിട്ടില്ല, കുറച്ച് ഇട്ടെടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിക്ക് ഇതൊരു ഹൈലൈറ്ററിൻ്റെ പാലറ്റാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് 4 കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഒരു കുറച്ച് ഡാർക്കർ ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇത് ഹൈലൈറ്റർ പാലറ്റാണ് കേട്ടോ. ഹൈലൈറ്ററാണ്, ഐ ഷാഡോ ഒന്നല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഇവിടെ മാത്രം ഇങ്ങനെ ഇട്ടെടുക്കണുള്ളൂ. ഈ ഒരു തലക്ക് ഇങ്ങനെ കുറച്ച് മതി ഗൈസ്. ഞാൻ ഐ ഷാഡോ ഇട്ടെടുത്തിട്ടുണ്ട്. സോറി, ഗ്ലിറ്ററി ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റർ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? ഓക്കെ, അപ്പം ഇങ്ങനെ ഇട്ടെടുക്കുക. കണ്ണ് ഇറക്കണ്ടോ? ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐലൈനർ ഇടാം. അപ്പോൾ ഞാൻ ഐലൈനർ വരക്കണിപ്പോൾ ഓക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഐലൈനർ, ഇൻസൈറ്റിൻ്റെ ഐലൈനറാണ്. ഓക്കെ, ഇൻസൈറ്റിൻ്റെ വാട്ടർ പ്രൂഫ് ഐലൈനറാണ്. ഇതും അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നേ കളർ എസൻസിൻ്റെ ഒരു ഐലൈനർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സെറ്റ് ഐലൈനറാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ടോ. പിന്നെ എനിക്കത് കിട്ടുന്നില്ല. ഞാൻ കുറേ ഷോപ്പിൽ പോയി നോക്കി, അവിടെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇത് മേടിച്ച് ഇൻസൈറ്റിൻ്റെ വാട്ടർ പ്രൂഫ് ഐലൈനർ. നമുക്ക് എന്തായാലും ഐലൈനർ വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വിങ്സ് ആയിട്ട് മാത്രമേ ഇടണുള്ളൂ. അങ്ങനെ നല്ല കട്ടിയൊന്നും വരക്കണില്ല കേട്ടോ. എനിക്കിതിൽ നോക്കിയിട്ട് വരക്കാം. ഞാൻ മിററിൽ നോക്കുമ്പോൾ മിററുണ്ട്. വെയിറ്റ് ഗൈസ്, ഞാൻ ഐലൈനർ വരച്ചിട്ടുണ്ട്. ഞാൻ
ഇവിടെ കുറച്ച് കട്ടിയിൽ വരച്ചിട്ട് എപ്പോൾ വരക്കുകയാണെങ്കിലും ഇങ്ങോട്ട് ഞാൻ ഈ ഒരു ഭാഗം കണ്ട അവിടെ കട്ടില്ലാതെ ഉണ്ട് വരക്കൽ, അപ്പോഴാണ് കുറച്ചുകൂടെ രസം ഉണ്ടാവില്ല. ഓക്കെ, ആൻഡ് ഇതിനത്ര വലിയ റേറ്റ് ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഹൈലൈറ്ററാണ് ഈ ഇൻസൈറ്റിൻ്റെ ആയിട്ട്. ഇതിന് വരും 70 രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. അപ്പോൾ അതങ്ങനെ വരച്ചിട്ട് സിമെട്രിക്കലാണോന്ന് അറിയില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കങ്ങനെ മനസ്സിലാവുന്നില്ല സിമെട്രിക്കലാണോന്ന് അറിയാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ കുറച്ച് കട്ടിയിലും പിന്നെ ഇവിടെ ഈ ഒരു ഇന്നർ ഭാഗത്ത് കുറച്ച് ഇതാക്കി വരച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും അതേപോലെ തന്നെ വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് അങ്ങനെ വരച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഐലൈനർ. ഓക്കെ, ഇനി നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇൻസൈറ്റിട്ട് തന്നെ ഒരു ബ്ലഷ് പാലറ്റാണ്. ഇൻസൈറ്റിൻ്റെ തന്നെ ഒരു ബ്ലഷാണ്. അപ്പോൾ ഇതിൽ 3 കളേഴ്സാണ് കേട്ടോ വരുന്നത്. അപ്പോൾ പൗഡർ ബ്ലഷാണ്, ബ്രഷ് എന്ന് പറഞ്ഞത് പൗഡർ ബ്ലഷ്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുകൂടെ ഉണ്ട്. ഇത് ഇൻസൈറ്റിൻ്റെ തന്നെയാണ് കേട്ടോ. ഇൻസൈറ്റിൻ്റെ ക്രീം ബ്ലഷാണിത്. ഇതിന് 80 രൂപയെ വരുന്നുള്ളൂ. ഇൻസൈറ്റിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഭയങ്കര അഫോർഡബിൾ ആണ് കേസ്. അപ്പോൾ ഇതിന് 80 രൂപ വരുന്നുള്ളൂ. ഇതിനിപ്പോൾ എത്ര റേറ്റ് ഉണ്ടോ? ഇതുമ്പോൾ റേറ്റ് കാണിക്കണില്ല, എനിക്ക് ഓർമ്മയില്ല ഇതിന് എത്ര റേറ്റ് ആണ്. ഇതും വലിയ ഭയങ്കര റേറ്റ് ഒന്നും ആവില്ല. ഓക്കെ, ഐ തിങ്ക് സോ. നമുക്ക് ഇനി ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ലെറ്റ്സ് പുട്ട് സം ബ്ലഷ് ഇട്ട് കൊടുക്കാം ഗൈസ്. അപ്പം ഞാൻ ആ ബ്ലെൻഡർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ കൈ കൊണ്ട് ഇട്ടെടുത്താലും മതി, അതിന് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പൗഡർ ബ്ലഷാണ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിരിച്ചിക്ക ഇങ്ങനെ ഇട്ടേക്കാം. നമുക്ക് വേറെ സൈഡ് കൊണ്ട് ഇത് കറക്റ്റായി കൊടുക്കാം. നല്ല വെയിൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്ലഷ് ഇതില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ലിപ്സ്റ്റിക്, എനി ലിപ്സ്റ്റിക് ഷെയ്ഡ് യൂസ് ചെയ്യാം. ഓക്കെ, ബ്ലഷ് ഇല്ലെങ്കിലോ നമുക്ക് മൂക്കുമലും ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ മുഖത്ത് അടിച്ച പോലെ ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്ലഷ് ഇടുന്നത്. ബ്ലഷ് ഈസ് മൈ ഫേവറേറ്റ്, നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും. ഓക്കെ, കുറച്ച് ഇവിടെ ഇട്ട് കൊടുക്കാം. ഓവറായോ? ഇല്ല, കുറച്ച് നല്ല ഓവറൊന്നുമില്ല. കണ്ടോ, ബ്ലഷ് ഇട്ടെടുത്ത്. ഓക്കെ ഗൈസ്, സെറ്റായി. മിററിൽ നോക്കിയിട്ടും വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലഷ് ഇട്ടെടുത്ത് നമുക്ക് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഇട്ട ആ ഹൈലൈറ്റർ പാലറ്റിൽ തന്നെയാണ് ഞാൻ ഹൈലൈറ്റർ ഇടുന്നത്. ഇതിപ്പോൾ ഏതാ SFR കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതിൻ്റെ കമ്പനി ഇത് മാഞ്ഞു പോയിക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും ഹൈലൈറ്റർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുഞ്ഞ് ബ്രഷ് എടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ? ഇതൊരു ലിപ്സ്റ്റിക് ബ്രഷ് എന്താണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് കളർ കണ്ടോ ഇത്. അപ്പോൾ ഈ വൈറ്റ് കളർ വെച്ചിട്ട് ഞാൻ ഐസിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ അവിടെ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഭയങ്കര ഇഷ്ടമാണ് ഇട്ട് കൊടുക്കാൻ. ഇവിടെ ഇട്ട് കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ നോസിൻ്റെ ഈ ഒരു പോയിന്റിലും ഇവിടെയും പിന്നെ കുറച്ച് ലേശം ഇവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടാ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം കുറച്ച്. ഇവിടെ ഓക്കെ ഗൈസ്, നമ്മൾ അധികം ഇതാക്കിയാൽ ഭയങ്കരമായിട്ട് ഗിൽറ്റർ ഉണ്ടാവും. അപ്പോൾ കുറച്ചിട്ടെടുത്താൽ മതി. ഓക്കെ, ഇപ്പം തെളിങ്ങണില്ലേ? അപ്പം തന്നെ ഒരു വെളിച്ചം വെച്ച മാറിയില്ല മുഖത്ത്. ഭയങ്കര ഇഷ്ടമായി. വാ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ അത് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്
ലിപ്സ്റ്റിക്ക് ഇട്ട് സെറ്റാവും. അപ്പോൾ അതിൻ്റെ മുമ്പേ നമുക്ക് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം. ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പേ വേണമെങ്കിൽ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഈ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം. ഇത് മാർസിൻ്റെ സീലാൻഡിയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതിൻ്റെ റേറ്റ് ഇത്രയാണ്? ഇതിനും റേറ്റ് ഇല്ല, റേറ്റ് ഒന്നും കാണില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അടിച്ചെടുക്കാം. ഇത് നല്ലൊരു സെറ്റിംഗ്, നമുക്ക് എന്താ പറയുക, എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോഴൊക്കെ പെട്ടെന്ന് എടുത്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു സെറ്റിംഗ് സ്പ്രേ ആണ്. ചെറുതാണ് കണ്ടോ. നമുക്കിത് അടിച്ചെടുക്കാം. അയ്യോ വായിക്കായോ. ഓക്കെ ഗൈസ്, ഇനി ഇത് ഡ്രൈ ആവണം. നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പം ചൂടുള്ള സ്ഥലത്ത് ഇരിക്കാതെ കുറച്ച് തണുപ്പ് AC ഇട്ട് നിൽത്താൽ ഫാനിൻ്റെ മുമ്പിലൊക്കെ പോയിരിക്കുക. അപ്പോഴേ നമുക്ക് നമ്മൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചൂട് എടുക്കുകയാണെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വേർത്ത് നമ്മൾ മേക്കപ്പിലോട്ട് ക്രാക്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് തണുപ്പുള്ള ഏരിയയിൽ പോയിരിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ സെറ്റിംഗ് സ്പ്രേ ഏകദേശം കുറച്ചുകൂടി ഡ്രൈ ആയിക്കണം. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മാർസിൻ്റെ ഖൂബ്സൂരത് കുച്ചുപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിട്ട് കൊടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഐ തിങ്ക് എല്ലാവർക്കും മാച്ച് ആവും, എനിക്കറിയില്ല, പക്ഷെ എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായിക്കണം. കണ്ടോ, നല്ല അടിപൊളി ലിപ്സ്റ്റിക് അല്ലേ. അപ്പോൾ നമുക്കിനി ഇതിട്ട് കൊടുക്കാം. അല്ലയാ സ്വൈസ് ഞാൻ ലൈനൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഓക്കെ. ലിപ് ബാം ഇടുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. ലിപ് ബാം ഇടാൻ മറന്നുപോയി ഗൈസ്. ഇറ്റ്സ് ഓക്കെ, ലിപ് ബാം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ക്രാക്കി ലിപ്സ് വേണ്ടെന്നുണ്ടെങ്കിൽ ലിപ് ബാം ഇടാം. എന്താ എനിക്ക് അങ്ങനെ വലിയ ക്രാക്കായിട്ടൊന്നും തോന്നലില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് കുറച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഓവറയാ, കുറച്ച് തുടച്ചെടുക്കാം. ഓക്കെ, ഇനി പറഞ്ഞത് ഞാനിതൊരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട്. ഫേസസ് കാനഡൻ്റെ കംഫി മാറ്റ് വാവ് ലിപ്സ്റ്റിക് കൊക്കോവ ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അടിപൊളി ഷെയ്ഡാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ ഇത് വേണ്ടത് എന്തായാലും മേടിച്ച് നോക്കും. വെയിൽ പോയാൽ വെയിൽ പോയി. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നമുക്ക് എന്തായാലും ഈ ഒരു ലിപ്സ്റ്റിക് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഭയങ്കര കുറച്ചുകൂടെയൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക് തന്നെയാണ്. ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടിപൊളി ലിപ്സ്റ്റിക്, അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട്സ് ഇട്ടത്. ഈ വീഡിയോ ഉണ്ടല്ലോ ഒരു അൺഫിൽറ്റേർഡ് വ്ളോഗാണ്. അതങ്ങനെ കട്ട് ചെയ്യാനും ഒന്നും പോണില്ല. കട്ട് ചെയ്ത് ഈ ഭാഗം കളിയാ ആ ഭാഗം കളിയാ അങ്ങനത്തെ ഒന്നും നിൽക്കുന്നില്ല. ജസ്റ്റ് ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു വ്ളോഗാക്കാണ്. അപ്പം എനിക്ക് തോന്നിയതൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. വോയിസ് ഓവർ ഒന്നും കൊടുക്കണില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ഒരു കാര്യം തന്നെ ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ സ്പോട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിക്കണം. എനിക്കല്ല ഇഷ്ടമായി. ഓക്കെ, നമുക്ക് എന്തായാലും ഹെയറൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് സെറ്റാവാം. ഹെയർ സ്റ്റൈൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് നമുക്ക് സ്പ്രേ അടിക്കുക ഗൈസ്. സ്പ്രേ അടിച്ചു കൊടുക്കണം. ഇത് മറിയത്തിൻ്റെ ഒരു സ്പ്രേ ആണ്, മറിയം. ഓക്കെ ഓക്കെ, അപ്പം ഞാൻ സെറ്റായി. നമുക്ക് മുടിയും കൂടെ ഒന്ന് കെട്ടിത്തരാം. ഓക്കെ, കാലത്തിന് ഞാൻ മുടിയൊന്നും കെട്ടും ഹെയർ സ്റ്റൈലൊന്നും കൊടുക്കുന്നില്ല. കാരണം എനിക്ക് പെട്ടെന്ന് വീഡിയോ കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് ഏതാ ഹെയർ സ്റ്റൈൽ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. സോ ഞാൻ ഇപ്പോൾ ജസ്റ്റ് അയച്ചിട്ടിരിക്കുകയാണ്. ആൻഡ് ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, നമുക്ക് കുറച്ച് വെയിലത്ത്, അവിടെ വെയിലുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം. ഇതാണ് ഗൈസ് വെയിലത്ത് നിന്നിട്ട്. കണ്ടോ, സൂപ്പറായില്ല? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്കിഷ്ടമായി, എനിക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ ഗ്ലാസ് ഒന്നും ഇടുന്നില്ല, അപ്പോൾ തൽക്കാലം ഇങ്ങനെ വെക്കാം. അപ്പം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ആൻഡ് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിക്കണമെങ്കിലും കമൻറ്റ് ചെയ്യണം. ഓക്കെ,
അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലിപ് ഗ്ലോസ് ആഡ് ചെയ്യാം, ചുണ്ട് നല്ല ഗ്ലോ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ലിപ് ഗ്ലോസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഒരു ലിപ് ഗ്ലോസ് റെക്കമെൻഡ് ചെയ്ത് തരാം. ഇത് മാർസിൻ്റെ കാൻഡിലിയസ് ലിപ് ഗ്ലോസ് ആണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടോ, ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷെ എന്നാലും ഇട്ടാൽ ചെറിയൊരു ഗ്ലോ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മേടിച്ചോളൂ. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിപ്പോൾ ഏതാ, ഞാൻ കൊക്കോ അങ്ങനെ എന്തോ ഒരു ഷെയ്ഡാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയത് ഫ്രൂട്ടി ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ലിപ് ഗ്ലോസും കൂടെ ആവാം. എന്തായാലും ഇത്ര ഇല്ലേ. ലുക്ക് അറ്റ് ദീസ് ഗൈസ്, നല്ല രസമല്ലേ? കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ലിപ് ഗ്ലോസ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്തോളൂ. സൂപ്പറായിട്ടുള്ള ലിപ് ഗ്ലോസ് ആണ് കേട്ടോ, മാർസിൻ്റെ കാൻഡിലിയസ് ലിപ് ഗ്ലോസ്. ഇത് കഴിഞ്ഞാണ് എൻ്റെ അടുത്ത്. ഓക്കെ, അപ്പം കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ, ഇനിയൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞു ഗൈസ്. ഞാൻ ഇപ്പം എങ്ങനെയുണ്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം. ലുക്ക് അടിപൊളിയായോ? ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ടെന്നും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുക. എത്ര എന്തായാലും സബ്സ്ക്രൈബ് ആവാം, പെട്ടെന്ന് തന്നെ 1K ആവാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ഗൈസ്.